ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നിർമ്മല സിറ്റി വ്യൂ പോയിൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. ഇനിയിപ്പം കാടാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ആദ്യമൊക്കെ ഇങ്ങനെ കാടൊക്കെ ആയിരിക്കും, പക്ഷേ മുകളിലോട്ട് ചെന്ന് കഴിയുമ്പം കാഴ്ച അതിമനോഹരമാണ്. ഞാൻ പറഞ്ഞ ഏതായാലും ഒത്തിരി ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾ കണ്ട ഏതായാലും ആസ്വദിച്ചാൽ മതി. കയറി വന്നപ്പോൾ ഒരു സെറ്റല്ല കേട്ടോ. അതെ ഗേസേ, നിങ്ങൾ ഓഫ് റോഡ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി കൊണ്ട് തന്നെ കയറി വന്നാൽ മതി. നടന്ന് കയറി വരുമല്ലേ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ വെള്ളം ഏതായാലും കൊണ്ടുവന്നുകൊണ്ട് മാത്രം കുടിക്കാൻ പറ്റി. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആട്ടുപടലം മടുത്തു പോയേനെ. അതേതായാലും പോട്ടെ, നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കിക്കേ, എന്നാ സുന്ദരിയാന്ന് നോക്കിക്കേ. മേളിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. ലെഫ്റ്റ് പോകേണ്ടവർക്ക് ലെഫ്റ്റ് പോകാം, റൈറ്റ് പോകേണ്ടവർക്ക് റൈറ്റ് പോകാം. ഇനിയിപ്പോൾ നേരെ പോകണോ നേരെയും പോകാം. എതിലെ പോയാലും കാഴ്ചകളൊക്കെ അതിമനോഹരമായിരിക്കും. പിന്നെ ബോട്ടിലായിട്ടൊക്കെ ചെയ്യാൻ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. പല ബ്രാൻഡിൻ്റെ ബോട്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ സ്ഥലങ്ങളിലോട്ടൊക്കെ നമുക്ക് പോകാം, എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇതൊന്ന് കണ്ടു നോക്കിക്കേ, എന്നാ സൂപ്പറാണല്ലേ. ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങളിതൊന്നും വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ആരും ഇനിയിപ്പം താമസിക്കരുത് കേട്ടോ. ഏറെക്കുറെ ഇപ്പോൾ ഒരു സമയം 6 മണിയാകാറായിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നേച്ചാൽ മതി. ഇത് മാത്രമല്ല കേട്ടോ, ഇതിലും നല്ല കാഴ്ചകൾ കുറച്ചുകൂടെ കഴിയുമ്പം കാണുന്നതായിരിക്കും. ഇത് പെട്ടെന്ന് കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ. സൂപ്പറല്ലേ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ കുരിശുമലയ്ക്ക് പോകുന്നതിൻ്റെ കുറച്ചിപ്പുറത്തായിട്ട് വേറൊരു വഴിയുണ്ട്. നമ്മൾ അതിലേ ജസ്റ്റ് ഒന്ന് മേളിലോട്ട് കയറി നോക്കുകയാണ്, വേറെ ഒന്നിനുമല്ല. കുറച്ചുകൂടെ മനോഹരമായിട്ടുള്ള നല്ല വ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കാണിക്കാതിരിക്കുന്നത് മോശമായിട്ടുള്ള കാര്യമല്ലേ. അതുകൊണ്ട് നമുക്ക് കുറച്ചങ്ങ് ഇപ്പോൾ അവിടെ ഒരു പച്ച ഷെഡ് കാണുന്നില്ലേ, അതിൻ്റെ കുറച്ചുകൂടെ മേളിൽ പോകാം. എന്നിട്ട് അവിടുത്തെ വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. നമ്മളുണ്ടല്ലോ ഇച്ചിരി അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നതേ ഉള്ളൂ. വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള വ്യൂ ഒന്ന് നിങ്ങൾ നോക്കിക്കേ, എത്ര നന്നായിട്ടുണ്ട്. എനിക്ക് പിന്നെ ഒത്തിരി ഇച്ചിരി നടക്കുമ്പോഴേ ഈ അലർജി പ്രോബ്ലം ഉള്ളതുകൊണ്ട് കിതപ്പും കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങൾ സാരാക്കേണ്ട കാര്യമില്ല. ദാ അങ്ങോട്ട് നോക്കിക്കേ, ഇനിയും കുറച്ച് നല്ല രീതിയിലുള്ള വ്യൂ പോയിൻറ്റ്സും ഉണ്ട്. നമുക്കിനി കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് പോകാം. വഴികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ പോവാം. മുഴുവൻ ഉരുണ്ട പാറക്കല്ലുകളായതുകൊണ്ട് ചവിട്ട് കഴിയുമ്പോൾ ഇളകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വരണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതായിരുന്നു, അത്യാവശ്യം കാടും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്ക് വീടുകളിലൊക്കെ നട്ടുവെക്കാൻ പാകത്തിനുള്ള സാധനങ്ങളൊക്കെ കാണുന്നു. ഇത് കണ്ടില്ലേ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മനോഹരമായിട്ടുള്ളൊരു ചെടിയല്ലേ. ആക്ച്വലി ഇതൊരു എന്തോ ഒരു ഔഷധമാണ്. ഇതിൻ്റെ വേരാണ് എന്തിനോ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പേരോ കാര്യങ്ങളോ എന്തിനോ ഉപയോഗിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അറിയാവുന്നവർ അതനുസരിച്ച് ഇവിടെ വരുമ്പോഴത്തേനും റെഡിയാക്കിയാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇപ്പം പുല്ലൊക്കെ നട്ടു വെക്കുന്നൊരു പരിപാടിയില്ലേ. ഇപ്പോൾ ഇനി അതിന് പൈസ കൊടുത്തൊന്നും ആരും വാങ്ങാൻ പോകണ്ട കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു പുല്ല് നേരത്തെ നമ്മൾ പശുവിനും ആടിനും ഒക്കെ ചെത്തി കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പക്ഷേ അത് നമ്മൾ വീടുകളിലും നമ്മുടെ മുറ്റമൊക്കെ നല്ല ഭംഗിക്കാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതും ഇനി കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല. ഇവിടെ വന്ന് ആവശ്യത്തിന് നിങ്ങൾ പറിച്ചുകൊണ്ട് പോകും.
ഏതായാലും വീട്ടിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. വെട്ടവും വെളിച്ചവും ഒക്കെ കുറഞ്ഞു തുടങ്ങി. ഇനി കാണുന്ന ഭംഗി വേറെ ഒന്നായിരിക്കും, പക്ഷെ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. സൂര്യചേട്ടൻ ഉള്ളതുകൊണ്ട് സൂര്യചേട്ടൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങൾക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ പറ്റിയത്. അതുകൊണ്ട് സൂര്യചേട്ടനും വീട്ടിൽ പോകുന്നു, ഞാനും വീട്ടിൽ പോകുന്നു. ഇതിലും നല്ല വീഡിയോസും കാര്യങ്ങളും ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. അതുകൊണ്ട് വീണ്ടും സന്ധിക്കും വരെ ബൈ ബൈ.